എൻ്റെ കല്യാണമാണ്. എൻ്റെ കല്യാണത്തിന് സാരി എടുക്കാൻ വേണ്ടി വന്നതാ. സോ കല്യാണത്തിന് സാരി എടുക്കാൻ വന്നിട്ടാണ് നമ്മൾ. എന്ത് ഡ്രസ്സാണ് ഇഷ്ടം? എനിക്ക് ജുബ്ബ മുണ്ട്, അതാണ് ഈ കളറ് ചന്ദന കളറാണ്. എനിക്ക് എൻ്റെ കല്യാണത്തിന് ഒരുങ്ങുക എന്നുള്ളൊരു സാധനത്തിന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മെറൂൺ ഷെയ്ഡിലുള്ള ഒരു ആയോ എന്തിനാണ് സാരി എടുക്കാനല്ലേ? ആർക്കാ ആർക്കാന്ന് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ കല്യാണമാണ്. എൻ്റെ കല്യാണത്തിന് സാരി എടുക്കാൻ വേണ്ടി വന്നതാ. നമ്മൾ ഞാൻ പറയാം. സോ കല്യാണത്തിന് സാരി എടുക്കാൻ വന്നിട്ടാണ് കേട്ടോ നമ്മൾ. നമുക്ക് കല്യാണത്തിന് സാരി എടുക്കാം. നമുക്ക് ഏത് സെക്ഷനിൽ പോകണം? ഡ്രാമ ക്യൂൻ കല്യാണത്തിന് സാരി എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ആരുടെ കല്യാണമാണ്? ഞങ്ങള് ആക്ച്വലി പനിയായിട്ടിരിക്കുക. ഇന്ന് ഞങ്ങളുടെ അശ്വതി മോളുടെ വർഷപൂജയാണ്. അപ്പം അശ്വതിക്ക് ഒരു സാരി എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് പോലീസിൽ. ഇവിടെ നിറയെ കുറേ കളക്ഷൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു കുറേ നാളിന് ശേഷമായിരിക്കും ജൽസ വർഷപൂജ വ്ളോഗ്സ് ഡീറ്റെയിൽ വ്ളോഗ് കാണാൻ പോകുന്നത്. ഞാൻ വർഷപൂജ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. ഷോർട്ട് സെക്കൻഡ് സാരിയുടെ ചാനലുണ്ടാവും. പിന്നെ എന്തായാലും എല്ലാവരും ചോദിക്കാൻ പോകുന്ന കാര്യമാണ് എന്തിനാണ് സിന്ദൂരൊട്ടിക്കുന്ന കല്യാണം കഴിയുന്നത് എന്തായാലും ചോദിക്കുക. അതുകൊണ്ട് പറയാണ്, ആഫ്റ്റർ സർജറി നമ്മളുടെ ജൽസ കഴിയുമ്പം നമ്മളുടെ ഗുരുവാണ് നമുക്ക് ലച്ചിട്ട് തരുന്നതും അതുപോലെ സിന്ദൂരൊക്കെ ഇട്ട് തരുന്നത്. അപ്പം ഗുരുവിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടുന്നത്. പിന്നെ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചില ആൾക്കാരെ ഇപ്പം ഒരിഷ്ടം കൊണ്ട് ഇടുന്ന ആളുകളുണ്ട്, ഒരു ഇഷ്ടം കൊണ്ട് ഇടുന്ന ആൾക്കാരുണ്ട്, പിന്നെ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ ഇടുന്ന ആൾക്കാരുണ്ട്. അപ്പം കല്യാണത്തിൻ്റെ അല്ല, നോട്ട് ദ പോയിന്റ്. എനിക്ക് എൻ്റെ ഭാവിയിൽ നിങ്ങളെ കാണിച്ചോ, എനിക്ക് എൻ്റെ ആഗ്രഹം കല്യാണ പെണ്ണായിട്ട് ഒരുങ്ങണം എന്നുള്ളൊരു ആഗ്രഹം വരുമ്പോൾ എനിക്ക് നല്ലൊരു മെറൂൺ ഷെയ്ഡൊക്കെ ഇടാനാണ്. മെറൂൺ ഷെയ്ഡ് അല്ലേ? അല്ല ഞാൻ പറയാം, എനിക്ക് എൻ്റെ കല്യാണത്തിന് ഒരുങ്ങുക എന്നുള്ളൊരു സാധനത്തിന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മെറൂൺ ഷെയ്ഡിലുള്ള ഒരു സാധനം. അല്ലെങ്കിൽ കുങ്കുമത്തിൻ്റെ കളറുണ്ടല്ലോ, കളർ കോമ്പിനേഷനിലുള്ള ഡ്രസ്സൊക്കെ നല്ല ഭംഗിയുണ്ടാവും. ആർക്കെനിക്കാ ചെയ്യത്തില്ല. കല്യാണത്തിന് ഫോൺ ഇതാക്കി പിടിക്കുന്നു. പറഞ്ഞത് കേട്ടോ, നല്ലതായിരിക്കും ആ കളറ്. സീരിയസ്ലി നല്ല ഭംഗിയുണ്ട്. ഈ കളർ സൂപ്പറായിരിക്കും. ഇതിന്റെ പിന്നിൽ വേറൊരു സ്റ്റോറി ഉണ്ട്, അത് ഞാൻ പിന്നെ പറയുന്ന വ്ളോഗിൽ നിങ്ങൾ ഗ്രീൻ കളർ. ആ ഗ്രീൻ ആണോ? ഞാൻ പീച്ച് അല്ലേ? പീച്ച്. ഇതേതാ? ഇതെന്താ രണ്ട് ശരിയാ? എന്നോടതല്ലേ? എനിക്ക് റെഡ് കളറ്, റെഡ് മെറൂൺ ഷെയ്ഡിലുള്ള സാരിയൊക്കെയാണ് എനിക്കിഷ്ടം. മിനിമൽ മേക്കപ്പും മിനിമൽ ജ്വല്ലറിയൊക്കെയാണ് എനിക്ക് താല്പര്യം, ആഗ്രഹം. പക്ഷെ നടക്കുമായിരിക്കല്ലേ. പക്ഷെ ഇതൊക്കെ എൻ്റെ ടേസ്റ്റിലുള്ള സാരി കേട്ടോ. ഇതെന്നും പെർമനന്റ് ആവട്ടെ. ഇത് ഞാൻ എൻ്റെ ഗുരുവിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ളതാണ്. ഇതൊക്കെ എൻ്റെ ഒരു ടേസ്റ്റ് ആണ്. ഇതൊക്കെ പനിയാ. എവിടുന്ന് പനി കിട്ടി? പനി ഇവിടുന്ന് കിട്ടി. ഇവിടുന്ന് പനി കിട്ടിയിട്ട് ഇവിടേക്ക് വന്നു. ഇവിടുന്ന് ഇവിടത്തേക്ക് വരുന്നുണ്ട്. എൻ്റെ ഹോസ്റ്റലിലെ പിള്ളേർക്കൊക്കെ കൊടുക്കേണ്ടി വരും. ഞാൻ പോയി ശ്രുതിക്കും വന്നിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ സാരി ഉടുക്കാറില്ല. സാരി ഉടുക്കാത്ത ഒരുപാട് സാരികളുണ്ട്. അപ്പോൾ നമ്മൾ ബില്ല് പേ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു കല്യാണ സാരിയുടെ സെക്ഷനിൽ നിന്നും പോവുകയാണ്. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കല്യാണത്തിനൊക്കെ നല്ല നല്ല സാരികൾ എടുക്കാം. അപ്പം ശരി, ബൈ. കല്യാണത്തിന് എന്ത് ഡ്രസ്സാണ് ഇഷ്ടം? എനിക്ക് ജുബ്ബ മുണ്ട്, അതാണ് ഈ കളറ് ചന്ദന കളറാണ്. ചന്ദന കളർ. ഞാൻ എന്ത് ഡ്രസ്സ് ഇടുന്ന? എനിക്ക് ഗ്രീനും ഭയങ്കര ഇഷ്ടം. ഗ്രീനാണ്. എന്നാ കല്യാണം നിങ്ങളുടെ? അറിയിക്കാം. അപ്പം അത്രയേ ഉള്ളൂ. വർഷപൂജയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ എൻ്റെ തന്നെ കാണിക്കാമല്ലേ? അത് ഈ വീഡിയോയിൽ കൂടെ തന്നെ ഉണ്ടാവും വർഷപൂജയ്ക്ക് പോകുന്ന വീഡിയോസൊക്കെ. സോ ടാറ്റ, ബൈ ബൈ. വർഷപൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സർജറി കഴിഞ്ഞപ്പോൾ നമ്മൾ മാതാപൂജ ഇടും. സന്തോഷി മാത എന്ന് പറഞ്ഞ ദൈവത്തിനെ ആരാധിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ സന്തോഷി മാത എന്ന് പറഞ്ഞ ദൈവത്തിൽ വിശ്വാസമുള്ള വീട്ടിൽ പുറത്തായിട്ട് ആ ഒരു കസ്റ്റം ഫോളോ ചെയ്തിട്ട് സർജറി കഴിഞ്ഞ സമയത്ത് ആ പത്തിയൊക്കെ ഫോളോ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക്
ജൽസ അവർ കണ്ടക്ട് ചെയ്യും. ജൽസ കണ്ടക്ട് ചെയ്തിട്ടുള്ള 1 year ആകുമ്പോൾ അവരുടെ വുമൺഹുഡ് അച്ചീവ് ചെയ്തതിൻ്റെ ഒരു സെലിബ്രേഷൻ പോലെ. അപ്പോൾ മാതാക്ക് പൂജ ഇടുന്നത് നമ്മൾ ജൽസയ്ക്ക് മാതാക്ക് പൂജ ഇടുന്ന പോലെ തന്നെ ഓരോ വർഷത്തിന് പൂജ ഇടാം. നമുക്ക് 1ാമത്തെ വർഷപൂജ, 2ാമത്തെ, 3ാമത്തെ, നമുക്ക് എത്ര വേണമെങ്കിലും നടത്താം. ചില ആളുകൾ 1 വർഷപൂജയിൽ നിർത്തും, ചില ആൾക്കാർ 3 നിർത്തും. അതുകൊണ്ട് കണക്കുണ്ട്, ഒരു കണക്കുണ്ട്. അപ്പോൾ 9 നിർത്താറുണ്ട്, 8 അല്ല 9 നിർത്താം, 11 നിർത്താറുണ്ട്, 13 നിർത്താറുണ്ട്. ഇയർലി നടത്തുന്ന ഒരു ചടങ്ങാണ് വർഷപൂജ എന്ന് പറയുന്നത്. കൈൻഡ് ഓഫ് ബർത്ത്ഡേ സെലിബ്രേഷൻ പോലെ. അതെ അതെ, നമ്മളപ്പോൾ ഈ വർഷപൂജ പൊണ്ണ് ഇതുപോലെ ഈ കല്യാണ പെണ്ണിനെ പോലെ തന്നെ. ശ്രേയ, ഇന്നത്തെ ഔട്ട്ഫിറ്റ് എവിടെ നിന്നാണ്? എല്ലാവർക്കും പരാതിയാണ് ശ്രേയനെ കാണിക്കുന്നില്ല. ശ്രേയനെ കണ്ടാൽ മതി എല്ലാവർക്കും. ആണോ മോളെ? ഹലോ, പറയുന്നത്തെ ഔട്ട്ഫിറ്റ് എവിടെന്നാ? ഇന്നത്തെ ഔട്ട്ഫിറ്റ് സാരി ജയലക്ഷ്മിയാണ്. ഓർണമെന്റ്സ് ചെന്നൈയിൽ നിന്നാണ് വരുത്തിയത്. സാരിക്ക് എത്ര രൂപയായി? സാരിക്ക് 5000 ആയി, ഓർണമെന്റ്സിന് 2500. പ്രാണമോൾക്ക് എപ്പോഴും നന്നായിട്ട് ഒരുക്കി നടക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാ. എനിക്ക് വളരെയധികം സന്തോഷം. ചോറ്റാനിക്കര അമ്മ പരിവാറിലെ നായിക്കുമാരാണ്. ഇതാ ഒരു നായിക്ക് അവിടെ ഇരുന്ന് മാതാക്ക് പൊട്ടുകുത്തുന്നു. പറയൂ, ഇന്നത്തെ ഔട്ട്ഫിറ്റിനെ കുറിച്ച് പറയൂ. എവിടെ നിന്നാണ് സാരി? അതെ, സാരി എവിടെന്നാ? ഗോതിരി പരിവാർ നായിക്ക് അമൃതയും അമൃതയുടെ ചേലനാത്തികളാണ് ഇവിടെ ഉള്ളത്. ഹലോ നായിക്കെ, പറ. നമ്മുടെ അച്ഛൻ്റെ വർഷപൂജിക്കാൻ വന്നതാണ്. ഞങ്ങളെല്ലാവരും നല്ല ഫുഡ്, നല്ല രസമായിരുന്നു. അതെ, ഒരു യൂട്യൂബ് ചാനലിന്റെ കാര്യം കൂടെ പറ. യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് എനിക്ക്. ചെറിയൊരു പേര് പറ. അമ്മൂസ് പേര്. അതെ അതെ, അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഒരു ഹലോ പറയാലോ. ആ, ഇന്നത്തെ ഔട്ട്ഫിറ്റിനെ പറ്റി പറഞ്ഞോ. ഈ സാരിയുടെ കളർ വേറെയായിരുന്നു, ഡൈ ചെയ്തതാണ്. ഇത് ഓ നല്ല രസമുണ്ടല്ലോ ഇപ്പൊ ഇത്. കുറച്ചൊക്കെ പറയോ? ഗിഫ്റ്റാണ് ഈ ബാഗ്, ഗിഫ്റ്റാണ്. ആര് ഗിഫ്റ്റ് ചെയ്തേ? ചോറ്റാനിക്കര അമ്മ പരിവാർ നായിക്കായിട്ടുള്ള നയനത മാതാപൂജയ്ക്കുള്ള ഒരുക്കങ്ങളിലാണ്. ഇതാണ് സന്തോഷി മാത. ഞാൻ കുറച്ച് ഒച്ചത്തിൽ സംസാരിക്കുന്നതോടെ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര സൗണ്ട് ആയതുകൊണ്ടാട്ടോ. നമ്മുടെ ദീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. ായിട്ട് വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ആളാണ് കണ്ടോ മമ്മിയുടെ ഔട്ട്ഫിറ്റ്. രാജസ്ഥാനിൽ കൊണ്ടുവന്നാ കൊള്ളാം. മമ്മി പാവായിട്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് മമ്മിയുടെ ചാനലിൽ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു മമ്മി. വീഡിയോയാണ് പറ. എന്നെ കുറിച്ച് 2 വാക്ക് നോക്കി പറ. എന്നെ പറ്റി വളരെ നല്ല ഇഷ്ടപ്പെടുന്ന നല്ല ക്യാരക്ടറാണ്, നല്ല കെയറിങ് ആണ്. എപ്പോഴും മുഖത്ത് നല്ല സ്മൈലായിരിക്കും. എപ്പോഴും സ്മൈലായിട്ട് നല്ല പോസിറ്റീവ് എനർജിയാണ്. വർഷപൂജ ജൽസ എന്നൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് ആടാനും പാടാനും എല്ലാവർക്കും ഒത്തുകൂടാനും ഒക്കെയുള്ള ഒരു നല്ല നല്ല നിമിഷങ്ങളാണ്. എല്ലാവരും ആട്ടവും പാട്ടവും സന്തോഷമൊക്കെ ആയിട്ട് നമ്മളുടെ മനസ്സിലെ എല്ലാ ദുഃഖങ്ങളും മാറ്റിവെച്ച് ഒത്തൊരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ജൽസയും വർഷപൂജയും എല്ലാം. ഇങ്ങോട്ട് തിരിയോ? എടാ അങ്ങോട്ട് തിരിഞ്ഞ്, അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് നടക്കടാ, കളിക്കടാ. ആദ്യം അവിടെ നിന്ന് കളിക്കോ? ഒരു സൈഡിൽ മാതാപൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ ബേക്കറി ഐറ്റംസും അതുപോലെ ഫ്രൂട്ട്സും എല്ലാം വെച്ചിട്ടാണ് മാതയ്ക്ക് പൂജ ഇടുക.
ട്രാൻസ് വ്യക്തികൾ മാത്രമല്ല സിസ്ജെൻഡർ ആയിട്ടുള്ള ആളുകളും മാതാപൂജയിൽ പങ്കെടുക്കാറുണ്ട്. മാതേനെ ഹാരമെല്ലാം അണിയിച്ച് പൊട്ടെല്ലാം കുത്തി കലശക്കുടവും അതുപോലെ ബാക്കിയുള്ള ഫ്രൂട്ട്സും കരളൊക്കെ ആയിട്ടുള്ള ഒരുക്കങ്ങളും എല്ലാം ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. കല്യാണ പെണ്ണിനെ പോലെ ഒരുങ്ങി മാതയ്ക്ക് പൂജയിടാനും മാതേനെ തൊഴാനും മാതയുടെ അടുത്ത് നിന്ന് അനുഗ്രഹം വാങ്ങിക്കാനുമായിട്ട് വർഷപൂജക്കുട്ടി നമ്മുടെ സ്വന്തം അശ്വതി ഇതാ എത്തിക്കഴിഞ്ഞു. നമ്മളെ അശ്വതീനെ അവരുടെ പരിവാറിലുള്ള അംഗങ്ങളെല്ലാവരും ചേർന്ന് താലമെടുത്ത് വരവേറ്റ് നമ്മളുടെ വേദിയിലേക്ക് സ്വീകരിക്കുകയാണ്. സോ അത്രയേ ഉള്ളൂ. മാതയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവരുടെയും കുടുംബത്തിൽ എന്നും ഐശ്വര്യവും സന്തോഷവും സമാധാനം ഉണ്ടാവട്ടെ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ വർഷപൂജയുടെ കുട്ടിക്ക് എല്ലാവരെയും പ്രാർത്ഥനയും അനുഗ്രഹം ഉണ്ടാവണം. താങ്ക്